ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെറുപഴം കൊണ്ട് നമുക്ക് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. ഇത് നമുക്ക് വെറും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 5 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം ഇതിലേക്ക് എടുക്കരുത്. ഇനി ആ പഴമൊക്കെ നമുക്കിതുപോലെ ഒന്ന് അരിഞ്ഞൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 5 രൂപയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ആ ഒരു പാക്കറ്റ് ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ പഴത്തിൻ്റെ മധുരവും കൂടെ നോക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഓവറായിട്ട് മധുരമായി പോകും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണ്ടവർ ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആ പഴമൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് പാൽ കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഈ ചൂട് സമയത്ത് നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്